നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയങ്കരനാണ് സുരേഷ് ഗോപി. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റത്. മൂന്നാം തവണ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത വിജയം. പിന്നാലെ നിരവധി ക്ഷേത്രങ്ങളിലാണ് സുരേഷ് ഗോപി സന്ദർശിക്കാനായി എത്തിയത്. തെരഞ്ഞെടുപ്പിന് മുന്നേ നേർന്ന നേർച്ചകൾ വിജയിച്ച ശേഷം ചെയ്തു തീർത്ത് വരികയാണ്. ഇപ്പോഴിതാ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. അതിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ പ്രശസ്ത വാമനം മഹാദേവി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. രാവിലെ 7:30 എത്തിയ അദ്ദേഹത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരനും BJP നേതാക്കളും സ്വീകരിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മരസ്തംഭം നീക്കൽ നടത്തിയ ശേഷമാണ് മടങ്ങിയത്. മേൽശാന്തി ചന്ദ്രൻ മൂസത്തിന്റെ വീട്ടിൽ പ്രഭാത ഭക്ഷണം കഴിച്ചാണ് മടങ്ങിയത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എളക്കുഴി എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഇവർക്കൊപ്പം സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയും ഭർത്താവ് ശ്രേയസും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് ചില യൂട്യൂബ് ചാനലുകളിൽ പറയുന്നത്. ഭാഗ്യയ്ക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി ഇവിടുത്തെ പ്രത്യേക വഴിപാട് നടത്തിയതെന്നും പറയുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, EK നായനാരുടെ വീട്ടിലെത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. EK നായനാരെ തന്റെ അച്ഛനെ പോലെയും ശാരദ ടീച്ചറെ സ്വന്തം അമ്മയെ പോലെയുമാണ് താൻ കാണുന്നതെന്ന് സുരേഷ് ഗോപി പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയിച്ച ശേഷം EK നായനാരുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷയും. കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം ആദ്യത്തെ കേരള സന്ദർശനത്തിലാണ് സുരേഷ് ഗോപി കണ്ണൂർ പയ്യാമ്പലത്ത് EK നായനാരുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. നായനാരുടെ വീട്ടിൽ ഭാര്യ ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. ശാരദ ടീച്ചറുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയ സുരേഷ് ഗോപിക്ക് ടീച്ചർ മധുരം നൽകി. മാത്രമല്ല, ഒരു പുസ്തകവും സമ്മാനമായി നൽകി. പിന്നാലെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ശാരദ ടീച്ചർ പ്രതികരിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. ഇതിനു മുമ്പും പലതവണ വീട്ടിലെത്തി തന്നെ കണ്ടിട്ടുണ്ട്, ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. പല രാഷ്ട്രീയക്കാരും വീട്ടിൽ വരാറുണ്ട്, പക്ഷേ തന്നെ കാണാനല്ല. അത് നായനാർ സഖാവിന്റെ ഭാര്യ എന്ന നിലയിലാണ്. വീട്ടിൽ വരുന്ന എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും കൂടിയാണ് താൻ പെരുമാറുള്ളതെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. രാവിലെ കോഴിക്കോട്ടെത്തിയ സുരേഷ് ഗോപി PV ഗംഗാധരന്റെ വീട്ടിലും സന്ദർശനം നടത്തി. PV ഗംഗാധരന്റെ മക്കളും ബന്ധുക്കളും MV ശ്രേയാംസ് കുമാറും വീട്ടിലുണ്ടായിരുന്നു. കോഴിക്കോടും കണ്ണൂരിലുമായി വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കിയത്. അതേസമയം ഡൽഹിയിലെത്തിയപ്പോഴും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ താൻ എത്തിയിരുന്നു. കയ്യിൽ ലക്ഷങ്ങൾ വിലയുള്ള സ്വർണ്ണപ്പട്ടുമായി ഗുരു മഹാരാജിനെ കാണാനാണ് താരം രാവിലെ എത്തിയത്. സ്വർണ്ണപ്പട്ട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ഗുരുവിന് നൽകി വണങ്ങുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പുലർച്ചെയോടെയായിരുന്നു ഡൽഹിയിലെ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിയത്. സുരേഷ് ഗോപി എത്തിയതറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനായി തടിച്ചുകൂടിയത്.